അയ്യോടാ, എന്തൊരു വയറും ടാങ്കാ ഇത്. എത്ര വട്ടം അടിച്ചാലും നിറയത്തില്ലെന്ന് വെച്ചാൽ എന്ത് കൊടുക്കും? മാഷേ, ഞാൻ മോൾ ഉറങ്ങിയൊന്ന് നോക്കിട്ട് തരട്ടെ. ആ മോട്ടർ ഒന്ന് ഓഫ് ചെയ്തേക്കണേ. എന്താ? ആ പപ്പടക്കാരൻ മധുവിന്റെ മകന്റെ പേപ്പറാ. എത്ര തല്ലി പിടിപ്പിച്ചാലും അവന്റെ തലയെ കയറുക. ഇതാ കണ്ടില്ലേ, 2 മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ ജയിക്കാം. ആ പാവം മധുവാണ് ശ്വാസം മുട്ടലും വെച്ച് പൊടി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവനൊക്കെ വേണ്ടിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എന്റെ മാഷേ, 2 മാർക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ, അങ്ങ് ജയിപ്പിച്ച് വിട്ടേക്ക്. അത് ശരിയാവില്ല. അവൻ പഠിക്കണം, തോറ്റു തന്നെ പഠിക്കണം. തോറ്റു പഠിച്ചവരെ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളൂ. മനസ്സിലായി? ആ, നീ അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. മാഷേ, ആ മോട്ടർ ഓഫ്. ബെസ്റ്റ് ആള്. മോട്ടറിനേക്കാൾ വലിയ ശബ്ദത്തിലാ കൂർക്കം വലിക്കുന്നത്. പിന്നെ എങ്ങനെ? എന്റെ ജലധാര ഓടി തളർന്ന പിടിച്ചടാ. ഇതല്ല എന്നെ പിടിക്കാൻ. പിടിച്ചിട്ടുണ്ടോ? എന്താണ് ഫുട്ബോളോ വയറാ? കോൺഫിഡൻസ് കളയല്ലടാ. ഇത്തവണ ഈ നാടകം ഇവന്മാർക്കൊന്നും പോരടിക്കില്ലേ? വല്ല സിനിമാറ്റിക് ഡാൻസും വെച്ചിരുന്നെങ്കിൽ. ഗ്ലാസ് അല്ലടാ ഈ കുപ്പിയോടാ. ആൾക്കാർ പെണ്ണേ നമ്മൊന്നും റമ്മല്ലത് ബ്രാൻഡി. ബ്രാൻഡി പാൽക്കാരി പെണ്ണേ ബ്രാൻഡി ഒന്ന് തായോ. പാലത്തിലൂടെ പഞ്ഞൊന്ന് വായോ. ഇത് ഡോൾബിയാണോ? കേട്ടാ? എന്താണത്? ഇതുപോലെ ആടാ, നോക്കാം. കിണറ്റിൽ നിന്നാണോ? ആണോ? നോക്കാം. എന്താടാ ഗിരീഷേ, എല്ലാരും കൂടെ ഈ നേരത്ത്? മാഷും ടീച്ചറും കൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ ഈ വീടോട് എടുത്തോണ്ടായാലും അറിയില്ലല്ലോ. എന്താ പ്രശ്നം? എന്താ? ഇവിടത്തെ മോട്ടർ മോഷ്ടിക്കാൻ നോക്കിയ കള്ളനെ ഞങ്ങൾ കൈയോടെ പിടിച്ചു. മാഷെ, കള്ളനോ? നീ എങ്ങോട്ടാ പോകുന്നേ? നിന്നെ കൊച്ചു പിള്ളേരെ പോലെ. ഇതിന്റെ കള്ളനെവിടെ? ഇവിടെ ഉണ്ട്. ഇവനാണോ? അയ്യോ മാഷെ, ഇത് അമ്പരൻ. ഇവൻ എന്നെ പോലെ പാവാണ്. കള്ളനെ കൊണ്ടുപോടാ. സൂക്ഷിക്കണ മാഷേ. ഇവര് പറഞ്ഞ സത്യാണോ? എന്താ? പോലീസ് വന്നല്ലോ. ഓ, എന്താ പക്ഷേ എന്താ പ്രശ്നം? എന്താ സാറേ, ഇവൻ ഞങ്ങളുടെ കിണറ്റിലെ മോട്ടർ മോഷ്ടിക്കാൻ വന്നതാ. നാട്ടുകാരൊക്കെ കൂടെ കൈയോടെ പിടിച്ചു. ആണോടാ? എടാ, നീ ആ കുരുത്താർ അശോകന്റെ അളിയനല്ലേ? അത് തന്നെയാണ് സാറേ, മോട്ടർ മണി. ഇവന്റെ അളിയനും മോശമൊന്നുമല്ല. ഫിഷ് ടാങ്കി വെച്ചങ്ങനെ മോട്ടർ വരെ അടിച്ചു മാറ്റി കൊണ്ടുവന്നാനാ. രണ്ടും കണക്കാ. അടിക്കല്ലേ? പക്ഷേ എന്തായാലും ഇവരൊക്കെ കണ്ട സ്ഥിതിക്ക് ഇവനെ ഞാനാ കൊണ്ടുപോവാ. ആ മോട്ടർ എവിടാ? ആ തൊണ്ടി പോയാലും മോട്ടർ അങ്ങോട്ടേക്ക് സാർ, മോട്ടർ കൊണ്ടുപോകാൻ പറ്റില്ല. 2 വട്ടം തുണിയെടുത്ത് വെള്ളത്തിട്ടേക്കാ. മോട്ടറിനകത്ത് എങ്ങനെ നനയ്ക്കുന്നേ? മോട്ടർ നഷ്ടപ്പെട്ടിട്ടില്ലോ സാർ. പാപ അയലങ്ങ് വെറുതെ വിട്ടേക്ക്. നമുക്ക് മോട്ടർ കിട്ടിയാൽ മതിയല്ലോ. ടീച്ചർ എന്തായി പറയുന്നേ? ഇവൻ നല്ല പഠിച്ച കളനാ. അല്ല പിന്നെ ഉത്സവത്തിന് രാത്രി തന്നെ ഓട്ടിക്കാൻ കയറുവോ? മാത്രമല്ല, ഞങ്ങൾ എല്ലാവർക്കും മാതൃകയാണ്ട നമ്മൾ അധ്യാപകര് ഇങ്ങനെ തെറ്റൊരു കൂട്ടു നിൽക്കാൻ പാടില്ല.
സാർ കേസ് എടുക്കണം. അല്ല കേസെടുക്കണമെങ്കിലേ തൊണ്ടി മുതൽ വേണം. ആരാടാ അത്? മണിക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. ഈ പ്രാവശ്യം ക്ഷമിച്ചേക്കും മാഷ. പിച്ചപ്പൻ പറഞ്ഞതാ ശരി. ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റത്തില്ല. എന്താ അയ്യോ, സാറിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ സാറേ. നിങ്ങൾ കേസ് ആക്കുവോ ആക്കാതിരിക്കുവോ അതെന്റെ പ്രശ്നമല്ല. എനിക്ക് എന്റെ മോട്ടോർ നാളെ കിട്ടിയിരിക്കണം. അല്ലെ എല്ലാരെ കൊണ്ട് ഞാൻ വെള്ളം കോരിക്കും. ടീച്ചർ എന്താ പറയുന്നത്? ഞാനിപ്പോ എന്താ വേണ്ടത്? ദാ, എല്ലാ നടപടികളും പൂർത്തിയാക്കി കേസ് എടുക്കണം. അതാണ് നിന്റെ മോട്ടറൊന്നും ഞാൻ അഴിച്ചിടാം. എടാ ഗിരീഷേ, വന്നേ. അഭിനന്ദിക്കാനാണെന്ന് തോന്നുന്നു. എന്താ ടീച്ചറെ? നീ ആദ്യം ഡോറിന് മുട്ടിയപ്പോ എന്നെ എന്താന്നാ വിളിച്ചേ? മൃണാളിനി